ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപീജനവല്ലഭ ജയ ഗിരിവരധാരി. ജയ ഗോപീജനവല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജയ യമുനാതിരാവനചാരി. യമുനാതിരാവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപീജനവല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജയ യമുനാതിരാവനചാരി. യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്. ജയ ജയ ജഗന്നാഥ് ജയ ജഗന്നാഥ്. ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ്. ജയ ജയ രാധ മാധവ്. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ജയ കൃഷ്ണ ബലറാം. ജയ ജയ ഗൗരനിതായ്. ജയ ജയ ഗൗരനിതായ് ഗൗരനിതായ്. ജയ ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ്. ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നമഃ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുഗോസ്വാമി. നമഃ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നമഃ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ. നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം വിഗത ഭാഗവതം രസമാലയം. മുഖരഹോ രസികാ ഭുവി ഭാവുകാ. മുഖം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം. യത്കൃപാവത്തമഹം വന്ദേ ശ്രീഗുരും ദീനതാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഇന്നത്തെ ശ്ലോകം 1 സ്കന്ധം 6 അധ്യായം 4 ശ്ലോകം. നാരദനും വ്യാസദേവനും മധ്യേയുള്ള സംഭാഷണം. അതാണ് ഇന്നത്തെ ശ്ലോകം. ശ്ലോകം 4 വായിക്കാം. പ്രാകൽപ വിഷയാമീരാം സ്മൃതിം തേ മുനിസത്തമാം. പ്രാകൽപ വിഷയാമേതാം സ്മൃതിം തേ മുനിസത്തമാം. നാഹ്യേഷ വ്യവധാൽകാല യേഷ സർവനിരാകൃതി. പ്രാകൽപ വിഷയാമേതാം സ്മൃതിം തേ മുനിസത്തമാം. നാഹ്യേഷ വ്യവധാൽകാല യേഷ സർവനിരാകൃതി. പ്രാകൽപ വിഷയാമേതാം സ്മൃതിം തേ മുനിസത്തമാം. നാഹ്യേഷ വ്യവധാൽകാല യേഷ സർവ നിരാകൃതി. വാക്കുകളുടെ അർത്ഥം:
പ്രാക് ആദിമമായ കൽപ്പ ബ്രഹ്മദേവന്റെ ഒരു ദിനം. വിഷയം ശ്രദ്ധാവിഷയം. ഏതാം അവയെല്ലാം സ്മൃതി സ്മരണം തേ അങ്ങയുടെ മുനിസത്തമ അല്ലയോ ശ്രേഷ്ഠ ഋഷി ന അല്ല ഈ നിശ്ചയമായും യേശഹ ഇവയെല്ലാം വ്യാവധാൻ ഏതെങ്കിലും വ്യത്യാസം ഉണ്ടാക്കി കാലഹ കാലക്രമേണ യേശഹ അവയെല്ലാം നിരാകൃതി ഉന്മൂലനം സർവനാശം. വിവർത്തനം ഭവർത്തം ശ്രീല പ്രഭുവാദർജിക്ക് ജയ്. അലയോ മഹാമനി, കാലം യഥോചിതമായി സർവ്വതും ഉന്മൂലനം ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ബ്രഹ്മദിനത്തിനു മുമ്പ് സംഭവിച്ചതൊക്കെ കാലത്തിന്റെ സ്വാധീനതയിൽപ്പെടാതെ ഇപ്പോഴും നവമായി ചൈതന്യത്തോടെ താങ്കളുടെ സ്മൃതിയിലിരിക്കുന്നത്? ഭാവാർത്ഥം: ഭൗതിക ശരീരത്തിന്റെ നാശത്തിന് ശേഷവും ആത്മാവിന് നാശം സംഭവിക്കാത്തതുപോലെ ആത്മീയ അവബോധവും നശിപ്പിക്കപ്പെടുന്നില്ല. ശ്രീ നാരദൻ അദ്ദേഹത്തിന്റെ പൂർവകൽപ്പത്തിലുള്ള ഭൗതിക ശരീരത്തിൽ തന്നെ ഈ ആത്മീയ അവബോധത്തെ വികസിപ്പിച്ചെടുത്തു. ഭൗതിക ശരീരത്തിന്റെ അവബോധം എന്നാൽ ഭൗതിക ശരീരം എന്ന മാധ്യമത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ആത്മീയ അവബോധം എന്നർത്ഥം. ഈ അവബോധം കീഴ്ത്തരവും നശ്വരവും അവധയാനം സംഭവിക്കുന്നതുമാകുന്നു. എന്നാൽ ആത്മീയ തലത്തിലുള്ള ബുദ്ധിക്കതീതമായ പരമാവബോധം പരമാത്മാവിനോടും ശ്രേഷ്ഠവും ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടാത്തതും ആകുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുഗതാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാൻ ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്യതം ച. ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. ഭക്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. കാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. कृष्णाय वासुदेवाय देवकीनंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ അപ്പൊ ഈ ശ്ലോകത്തിലേക്ക് കടക്കാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാലും ഇതിന്റെ ചോദ്യം നമുക്കറിയാവുന്ന സാഹചര്യം, വ്യാസദേവൻ നാരദമുനിയുടെ കൂടുതൽ വൃത്താന്തങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന അവസരത്തില് ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. അതിന് തുടർച്ചയായിട്ട് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത്, അല്ലയോ മഹാമുനി, കാലം യഥോചിതമായി സർവ്വതും ഉന്മൂലനം ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ബ്രഹ്മദിനത്തിനു മുമ്പ് സംഭവിച്ചതൊക്കെ കാലത്തിന്റെ സ്വാധീനതയിൽപ്പെടാതെ ഇപ്പോഴും നവമായി ചൈതന്യത്തോടെ താങ്കളുടെ സ്മൃതിയിലിരിക്കുന്നത്? അപ്പൊ അതിനെപ്പറ്റി നമ്മളെങ്ങനെ തിരക്കിപ്പോകേണ്ട കാര്യമില്ല. ഭാവാർത്ഥത്തിൽ തന്നെ പ്രഭുപാദർജി സ്പഷ്ടമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഭൗതിക ശരീരത്തിന്റെ നാശത്തിന് ശേഷവും ആത്മാവ് നാശം സംഭവിക്കാത്തതുപോലെ ആത്മീയ അവബോധവും നശിപ്പിക്കപ്പെടുന്നില്ല. ശ്രീ നാരദൻ അദ്ദേഹത്തിന്റെ പൂർവകൽപ്പത്തിലുള്ള ഭൗതിക ശരീരത്തിൽ തന്നെ ഈ ആത്മീയ അവബോധത്തെ വികസിപ്പിച്ചെടുത്തു. ഭൗതിക ശരീരത്തിന്റെ അവബോധം എന്നാൽ ഭൗതിക ശരീരം എന്ന മാധ്യമത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ആത്മീയ അവബോധം എന്ന അർത്ഥം. ഈ അവബോധം കീഴ്ത്തരവും നശ്വരവും
അപധയാനം അപധയാനം സംഭവിക്കുന്നതുമാകുന്നു. എന്നാൽ ആത്മീയ തലത്തിലുള്ള വ്യക്തിക്ക് അതീതമായ പരമാത്മബോധം പരമാത്മാവിനോടും ശ്രേഷ്ഠം ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുത്തതാകുന്നു. ഇത് അതിന്റെ വ്യാസദേവൻ ചോദിച്ചതിന്റെ ഉത്തരവും നമ്മുടെ പ്രഭുപാദർജി നമുക്ക് വേണ്ടി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ അപ്പൊ അപശബ്ദങ്ങൾ വരുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ. അപശബ്ദങ്ങൾ പലതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രയാസമുണ്ട്. അതിനകത്ത് മ്യൂട്ട് ചെയ്യണം. ഹരേ കൃഷ്ണ. അപ്പൊ ഈ അധ്യായത്തിൽ വ്യാസദേവൻ നാരദമുനിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയാണ് വിവരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യമാണിത്. ഈ ശ്ലോകത്തിൽ ചോദിക്കുന്ന കാലം യഥോചിതമായി എല്ലാം ഉന്മൂലനം ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് കഴിഞ്ഞ കൽപ്പത്തിലെ സംഭവങ്ങളൊക്കെ ഓർമ്മിക്കാൻ കഴിയുന്നത്? നമ്മൾക്കറിയാം, ഈ ലോകത്തിൽ ഓരോ ദിവസം പുലരുമ്പോഴും അതുപോലെ തന്നെ ഈ ലോകത്തിൽ സദാ ചോദ്യങ്ങൾ കൊണ്ട് മുഖരിതമാണ്. എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കിളികളായാലും ശരി, മനുഷ്യരായാലും ശരി, എല്ലാവരും പല വിവരങ്ങളെ പറ്റി അറിയാൻ വേണ്ടി ക്ലാവുന്നാണ് ഏറ്റവും വലിയ സന്തോഷം. ഐശ്വര്യ മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഈ എന്താ എല്ലാരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു? ഇങ്ങനെ നമ്മൾക്കറിയാം, ഈ ലോകത്തിൽ സദാ ചോദ്യോത്തരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഭരണപരമായ ചോദ്യങ്ങൾ, നാടിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, രാജ്യത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ, പരസ്പരം വീട്ടുകാര്യങ്ങളെ ചോദിക്കുന്നത്. അങ്ങനെ ഏത് സമയത്തും നമ്മൾ ചോദ്യങ്ങൾ ഉത്തരവും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ ഈ ഭാഗവതത്തിൽ എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അർത്ഥമില്ലാത്തതല്ല, അർത്ഥമുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. ഭാഗവതവും ആദ്യം മുതൽ അവസാനം വരെയും ചോദ്യം ഉത്തരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഭഗവാനെ പറ്റിയും ഭഗവാന്റെ ഭക്തി എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഭാഗവതത്തിൽ നമ്മളോട് കാണുന്നത്. ഈ ശ്ലോകത്തിലും നാരദമുനിയുടെ ആത്മസാക്ഷാത്കാരത്തെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് വ്യാസ മഹർഷി ചോദിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നാരദൻ മഹർഷിക്ക് അദ്ദേഹത്തിന്റെ വ്യാസദേവന്റെ ഗുരുവാണല്ലോ നാരദൻ മഹർഷി. അപ്പൊ അദ്ദേഹത്തിന് നാരദന്റെ വിവരങ്ങളൊക്കെ അറിയണമെന്നുള്ളത് ആകാംക്ഷയുള്ളത് കൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ഇത്രയും കൽപ്പങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും ഇത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നത്. കാരണം ഈ കൽപ്പം കഴിയുന്ന സമയത്താണ് അദ്ദേഹം ഭഗവാനിൽ ലയിച്ചതും അതിനുശേഷം അദ്ദേഹം ജനിച്ചതും. പക്ഷെ അങ്ങനെ വീണ്ടും പൂജാതനായതുമൊക്കെ അങ്ങനെയാണ്. നാരദൻ ശരീരം കിട്ടിയതും അങ്ങനെയാണ്. നാരദന് പുതിയ ശരീരം കിട്ടിയതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ശൂദ്ര സ്ത്രീയായുടെ മകനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശ്രേഷ്ഠ മഹർഷിമാരിൽ നിന്നും കിട്ടിയ ജ്ഞാനം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഭഗവാനെ പ്രസാദിപ്പിക്കാനും അങ്ങനെ എല്ലാ വിവരങ്ങളും അറിയുന്നതിനും, അതായത് അദ്ദേഹത്തിന്റെ ആത്മീയ അവബോധത്തിൽ എത്താൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. ആ ശരീരം ഭൗതിക ശരീരമായിട്ടുണ്ടായിരുന്ന നാരദന് ആത്മീയ ശരീരം കിട്ടുകയും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള അവബോധം ലഭിക്കുകയും ചെയ്തു. ആ ആത്മീയമായിട്ടുള്ള അവബോധം ലഭിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അതിപ്പോ എത്ര ഭഗവാനെ
ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെന്നുള്ളത് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേമാതിരി ഭഗവാന്റെ മാതിരി തന്നെ എല്ലാവർക്കും ആ ആത്മീയ അവബോധം കിട്ടുന്നവർക്ക് ഏത് അവസ്ഥയിലും എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അത് ഓർമ്മ നിലനിൽക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് നാരദ മഹർഷിക്ക് കൽപ്പകാലത്തിന് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളും മനസ്സിലായത്. അപ്പൊ ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാമെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസം. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 1000 ചതുർയുഗങ്ങൾ ചേരുന്നതാണ്. അത്രയും ദൈർഘ്യമാണ്. 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ എത്ര വർഷങ്ങളുണ്ടോ അത്രയും വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ. അതേമാതിരി 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ രാത്രി ഉണ്ടാവും. അപ്പൊ രാത്രിയും പകലും അദ്ദേഹത്തിന് 1000 ചതുർയുഗങ്ങൾ ചേരുന്ന എത്ര വർഷമുണ്ടോ അത്രയും ദീർഘമാണ് അദ്ദേഹത്തിന്റെ പകലും രാത്രിയും. ആ ഒരു കൽപ്പം ആണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. കൽപ്പത്തെ പറ്റി ഭാഗവതം 2-ാം സ്കന്ധം 46-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒരു കൽപ്പം എന്താണെന്നും ഏത് വിധത്തിലുള്ള കൽപ്പങ്ങൾ ഉണ്ടെന്നും ഒക്കെ ഉള്ളത് ആ ഭാഗവതത്തിന്റെ 2-ാം സ്കന്ധം 46-ാം ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് 3 വിധത്തിലുള്ള കൽപ്പങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് മഹാകൽപ്പം, വികൽപ്പം, കൽപ്പം, അങ്ങനെ 3 കൽപ്പങ്ങൾ. മഹാകൽപ്പം എന്ന് പറയുന്നത് കാരണോദകശായിന്റെ ഉത്ഭവവും അതായത് ഭഗവാൻ കാരണോദകശായിയായി മാറുന്നതും ലോകങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള എല്ലാ മഹത്തത്വങ്ങൾ എല്ലാം ആവശ്യങ്ങളുള്ള ഘടകങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം കാരണോദകശായിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കാലത്തെയാണ് മഹാകൽപ്പം എന്ന് പറയുന്നത്. അതുപോലെ വികൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് ആവശ്യമായ ഘടകങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തി അല്ലെ ആ കാലയളവിനെ വികൽപ്പം എന്ന് പറയുന്നു. അതുപോലെ തന്നെ കൽപ്പം ബ്രഹ്മാവിനെ ഇതൊക്കെ കിട്ടി സൃഷ്ടിക്കുള്ള ആവശ്യ ഘടകങ്ങളൊക്കെ കിട്ടിയതിനു ശേഷം ബ്രഹ്മാവ് നടത്തുന്ന ആ ഒരു ദിവസം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ അദ്ദേഹം നടത്തുന്ന ക്രിയകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികളെ കൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെയാണ് കൽപ്പം എന്ന് പറയുന്നത്, ഒരു കൽപ്പം. അപ്പൊ അങ്ങനെ ഒരു കൽപ്പത്തിന് എത്ര ദൈർഘ്യമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. 2000 ചതുർയുഗങ്ങൾ ചേരുന്ന അത്രയും കാലയളവാണ് ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം. ആ കൽപ്പത്തിന് മുൻപായിരുന്നു നാരദ മഹർഷി കുട്ടിയായിട്ട് ജനിക്കുകയും ആ ശൂദ്ര സ്ത്രീയിൽ ജനിക്കുകയും അതിനു മുമ്പ് നാരദനുണ്ട്. അദ്ദേഹം ഭഗവാന്റെ പാർഷദനായിട്ട് ആ ഭഗവത് സന്നിധി തന്നെ ഉണ്ട്. അപ്പൊ ആ ഭഗവാനെ നിശ്ചയിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഓരോ ലീലകൾ സഹായിക്കുന്നതിന് വേണ്ടി അതായത് നാരദനെ നമ്മുടെ ഭൂലോകത്തിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ പാർഷദന്റെ ഡ്യൂട്ടികൾ. പലരും ഉണ്ട് അവിടെ. അതേമാതിരി നാരദനും എത്തി ഒരു കൽപ്പത്തിന് മുമ്പ് വന്ന് മനുഷ്യ ജന്മം, അത് ശൂദ്ര ജന്മം എടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ആ മഹർഷിയിൽ നിന്നും കിട്ടിയ അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും അദ്ദേഹത്തിന് ആ കൽപ്പത്തിൽ തന്നെ ആത്മീയ അവബോധത്തിലെത്താൻ സാധിച്ചു. അങ്ങനെ ആത്മീയ അവബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പോഴും ഏത് കാലം വരെയും ആ എല്ലാ ഓർമ്മകളും അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കൽപ്പത്തിലും ആ കൽപ്പത്തിന് ശേഷമാണ് ഇപ്പൊ നാരദനായിട്ട് ഇവിടെ വ്യാസദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് വ്യാസദേവൻ ചോദിക്കുന്നത്, ഇത്ര ഒരു കൽപ്പത്തിന് മുമ്പ് നിങ്ങൾക്ക് പ്രഭുവിന് കിട്ടിയ സംഗതി വിവരങ്ങൾ എങ്ങനെ ഇപ്പൊ ഓർമ്മിക്കുന്നു? അതാണ് വ്യാസദേവന് സംശയം ഉണ്ടായത്. പിന്നെ അതിനുള്ള റീസൺ പ്രഭു ഫാദർജി തന്നെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാനും പറഞ്ഞു. അതുപോലെ തന്നെ പ്രളയത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഓരോ പ്രളയം, ആ പ്രളയം നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് ഒരു ബ്രഹ്മാവിന്റെ പീരീഡിനെ പറ്റിയാണ്. അതിനുശേഷം ഉണ്ടാകുന്നതാണ് നൈമിത്തിക പ്രളയം. നിത്യപ്രളയമുണ്ട്.
നിത്യപ്രളയം പ്രതീക്ഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മൾ ഒക്കെ ഓരോ വ്യത്യാസങ്ങളും ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തായാലും ഭൂമിയിലായാലും എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനാണ് നിത്യപ്രളയം എന്ന് പറയുന്നത്. ആ നിത്യപ്രളയം കഴിഞ്ഞ് നൈമിത്തിക പ്രളയം ഉണ്ട്. നൈമിത്തിക പ്രളയത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം നടക്കുന്നതിനാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രളയങ്ങളുള്ള പ്രാകൃതിക പ്രളയം. പ്രാകൃതിക പ്രളയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ജീവിതാവസാനം നടക്കുന്ന നശീകരണം, അതായത് ബ്രഹ്മാണ്ടം മൊത്തം നശിക്കുന്നത്. അതായത് ബ്രഹ്മാവിന്റെ ഒരു കാലയളവ്, ഒരു ബ്രഹ്മാവിന് 100 വർഷമാണ് അദ്ദേഹത്തിന്റെ ജീവിത ദൈർഘ്യം. ആ ജീവിത ദൈർഘ്യം നമ്മൾ കണ്ട മാതിരി ഒരു ദിവസത്തെ എത്ര ദൈർഘ്യമുണ്ടോ അതേമാതിരി 360 ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ദൈർഘ്യം എത്രയാണോ അത്രയും വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ജീവിത അളവ്. അപ്പൊ ആ ബ്രഹ്മാവിന്റെ ജീവിത അളവിൽ ഉണ്ടാകുന്ന പ്രളയത്തിന് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നു. ആ പ്രളയത്തിൽ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നാശം ഉണ്ടാകുകയും അതെല്ലാം ഭഗവാനിൽ തന്നെ ജയിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രാകൃതിക പ്രളയം. പിന്നെ ആത്യന്തിക പ്രളയമുണ്ട്. അത് ഭൗതിക സംസാരത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുക എന്നുള്ള ചടങ്ങാണ് അതിലുള്ളത്. ആത്യന്തിക പ്രളയം നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ആത്യന്തിക പ്രളയത്തിന്റെ ആ കാര്യത്തിൽ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ധർമ്മം അത് തന്നെയാണ്. ആത്യന്തിക പ്രളയം മുഖേന ഭഗവത് ധാമത്തിൽ എത്തണം. അതിനു വേണ്ടിയിട്ടാണ് സാധനാഭക്തി ചെയ്യുന്നത്. സാധനാഭക്തിയിൽ കൂടി നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുന്ന ഇതിനാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. അപ്പം ഇതിവിടെ 3 വിധത്തിലുള്ള പ്രളയത്തെ പറ്റി പറഞ്ഞു. 4 വിധത്തിലുള്ള പ്രളയത്തെ പറ്റി പറഞ്ഞു. അതൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഭക്തി എങ്ങനെ ഉയർത്താം. ഭക്തിയിൽ നമ്മൾ ഇപ്പൊ നാരദൻ ചെയ്ത മാതിരി ഒരു അധ്യാത്മ ഗുരുവിനെ കിട്ടി. അതുപോലെ നമ്മൾ ഒരു അധ്യാത്മ ഗുരുവിനെ സ്വീകരിക്കണം. ആ അധ്യാത്മ ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹം നിഷ്കർഷിക്കുന്ന ആ ഭക്തിയുടെ ഏതോ പ്രവൃത്തി, ഭക്തികളിൽ അദ്ദേഹം ചെയ്യാൻ പറയുന്നതൊക്കെ ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ആത്യന്തിക പ്രളയത്തിൽ നമ്മൾ കിട്ടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഭക്തിയിൽ ഉയരുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തിൽ എത്താൻ പറ്റൂ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ശാസ്ത്രം നിശ്ചയിച്ചിട്ടുള്ള വിധത്തിലുള്ള ഭക്തിയുടെ സേവനം ചെയ്യണം. ഇതാണ് നമുക്ക് ആത്യന്തിക പ്രളയം കഴിഞ്ഞിട്ട് ഭഗവത് ധാമത്തിൽ എത്താനുള്ള രീതി. അതാണ് ഭക്തി. ആത്യന്തികമായിട്ട് നമ്മൾ ഭക്തി എങ്ങനെ ചെയ്യണം, അതിന് ആത്മീയ ഗുരുവിനെ സ്വീകരിച്ചിട്ട് അത് ചെയ്യണം. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഇന്ന് കലികാലത്ത് ഓർമ്മശക്തി വളരെ കുറവാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കാര്യം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പെട്ടെന്ന് പറയാൻ എനിക്കന്ന് പറ്റുന്നില്ല. അതുപോലെ ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും. പക്ഷെ പ്രായമാകുമ്പോൾ കുറച്ചുകൂടെ ഓർമ്മശക്തി കുറയും. സാധാരണ നമുക്കുണ്ടാകുന്നത് കുറവായിരിക്കും ഈ പ്രായമായവർക്കുണ്ടാകും. ഇതിനകത്ത് പറയുന്ന 15 ദിവസത്തിന് മുമ്പുള്ള കാര്യം പോലും ഓർമ്മിക്കാൻ ഈ യുഗത്തിലെ ജീവാത്മാക്കൾ കഴിയുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ആ 2-3 ഗുണങ്ങൾ നമുക്ക് കലിയുഗത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുള്ളതിനെ പറ്റി പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ കൽപ്പത്തിലെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് എന്നാണ് വ്യാസദേവൻ ചോദിച്ചത്. ആത്മാക്കൾ ഭൗതിക ശരീരത്തിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ ഭൗതിക ചേതനയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഭൗതിക ശരീരം നമ്മുടെ ഉപയോഗിക്കുന്ന ഓരോ ജീവികൾക്കും കിട്ടുന്ന ശരീരം, ഓരോ ആത്മാവിനും കിട്ടുന്ന ശരീരത്തിന്റെ ഗുണം അനുസരിച്ചായിരിക്കും അവരുടെ പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇങ്ങനെ 84,000 ജീവികളുണ്ടെന്നും ആ ജീവികളിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. എല്ലാം നമ്മൾ ഈ ആത്മാക്കൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിട്ട് ഓരോ സമയത്ത് ഓരോ കാലത്ത് നമുക്ക് ഓരോ ജീവിതം, ഓരോ ശരീരം കിട്ടുന്നുവെന്നും ആ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മൾ ആ ശരീരത്തിന് യോജിച്ച വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട്
ഭൗതിക. എന്നാൽ നാരദമുനി കഴിഞ്ഞ ജന്മത്തിൽ മഹാമുനിമാരുടെ അനുഗ്രഹം തേടി അവരുടെ ആശീർവാദത്താൽ ദീക്ഷ പ്രാപ്തമാക്കിയതിനെ പറ്റി ഇന്നലെ പ്രഭുജി ഇവിടെ വിസ്തരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദീക്ഷ മേടിക്കേണ്ടതെന്നും ആ ദീക്ഷ കിട്ടിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നും. ദീക്ഷ കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഒരിടത്ത് കുത്തിയിരുന്നാൽ നമുക്ക് ഒരു പുരോഗമനവും ഭക്തിയിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദീക്ഷയാണ് നമ്മുടെ ഭക്തിയുടെ ആദ്യ നടപടി. അതായത് ആ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്തിപരമായിട്ട് ഉയരുന്നത്. നാരദനെ ഇവിടെ ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രയത്നത്താൽ, ഭഗവാന്റെ അനുഗ്രഹത്താൽ ആത്മീയ അവബോധം നേടിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അവിടെ ആ മഹർഷികളുടെ സേവ ചെയ്ത കാരണത്താൽ അദ്ദേഹത്തിന്റെ മഹർഷിമാരുടെ അനുഗ്രഹം ഉണ്ടാകുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്നും ഗുരുവിൽ നിന്നും ആ മഹർഷിമാരിൽ നിന്നും ചോദിച്ചറിഞ്ഞ വിഷയങ്ങൾ ഒക്കെ അദ്ദേഹം പ്രായോഗത്തിലാക്കിയ കാരണത്താൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഭഗവത് ധാമത്തിൽ എത്താനുള്ള ആ ശരീരം അല്ലെങ്കിൽ ആ അവബോധം, ആത്മീയ അവബോധം, ഭൗതിക അവബോധം ഇട്ടിട്ട് ആത്മീയ അവബോധത്തിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചു. അങ്ങനെ ആത്മീയ അവബോധം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഭഗവത് ധാമത്തിൽ എത്തിച്ചേരും. അവബോധനെ അങ്ങനെ ആത്മീയ അവബോധം കിട്ടുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ഏത് കാലത്തും ജനിച്ചാലും ഓർമ്മ ഉണ്ടാകും പഴയ കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമുക്കറിയാം, ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയുന്നു, നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ കാലത്ത് ഒരേമാതിരി ജീവിച്ചിട്ടുള്ളതാണ്. എല്ലാ കാലത്തും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അർജുനന് എല്ലാ കാര്യങ്ങളും മറന്നുപോയി, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അതായത് ഭഗവാൻ സൂര്യദേവന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് അർജുനുണ്ടാകുന്ന ആ ശങ്ക, ആ സംശയം, അർജുനുണ്ടാകുന്ന ആ സംശയം തീർക്കാനായിട്ട് ഭഗവാൻ പറയുന്നു, രണ്ടുപേരും ഒരേ സമയത്ത് ജീവിച്ചിട്ടുള്ളവരാണ്. പക്ഷേ നിനക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, എന്നാൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അതിനാൽ അദ്ദേഹത്തിന്റെ ഭക്തനും ഉത്തമ സ്നേഹിതനും ഒക്കെ ആയതുകൊണ്ട് ഈ അതേ ആത്മീയ അവബോധം അപ്പൊ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്നുണ്ട് ആ സമയത്ത്. പിന്നെ രണ്ടാമതൊരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ ചക്രവർത്തി, നമ്മുടെ ഭാരതവർഷം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരത ചക്രവർത്തി, അദ്ദേഹത്തിന് അവസാനം ഉണ്ടായ തെറ്റുകൾ കൊണ്ട് അത് ഭക്തിയിൽ നിന്നും വ്യതിചലിച്ച കാരണത്താൽ അദ്ദേഹത്തിന് ഒരു പശു ജീവിതം, അതായത് മൃഗത്തിന്റെ ജീവിതം, അവിടെ മൃഗത്തിന്റെ ശരീരം കിട്ടി. എന്നിട്ടും അദ്ദേഹത്തിന് ആ ഭക്തിയുടെ പരമത്തിൽ എത്തിയിരുന്നതിനാൽ അദ്ദേഹത്തിന് ആത്മീയ അവബോധം ഉണ്ടായിരുന്നു. അതിനാൽ ഈ മാൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ പൂർവ്വജന്മത്തെ പറ്റി അല്ലെങ്കിൽ ഭരത ചക്രവർത്തിയുടെ പൂർവ്വജന്മത്തെ പറ്റി അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമതും അദ്ദേഹം ജന്മം എടുക്കുന്നുണ്ട് ജഡഭരതനായിട്ട്. അന്നേരവും അദ്ദേഹത്തിന് പൂർവ്വജന്മത്തെ പറ്റി ഓർമ്മയുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആത്മീയ അവബോധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പല പല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അർജുനനും അതുപോലെ തന്നെ ജഡഭരതനും ഒക്കെ ഈ പൂർവ്വജന്മത്തെ ആത്മീയ അവബോധം കിട്ടിയ കാരണത്താൽ പണ്ടുണ്ടായിരുന്ന എല്ലാം ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് നാരദ മഹർഷിക്കും ഇങ്ങനെ കിട്ടിയത്. മുൻജന്മത്തെ സംഭവങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു. ജഡഭരതനായി ജനിക്കുമ്പോൾ ഓർമ്മിച്ചിരുന്നു. അദ്ദേഹം ആത്മീയ അവബോധം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറയാനുള്ളത്. ഇത്രയൊക്കെ ഈ ആത്മീയ അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് പൂർവ്വജന്മത്തെ പറ്റി ഓർമ്മയുണ്ടാവും. അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം, ഗുരുവിന്റെ അനുഗ്രഹവും വേണം. അപ്പൊ അങ്ങനെ നാരദ മഹർഷിയോടെ ചോദിച്ചതിന് ഉത്തരം ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ശ്ലോകങ്ങളിലൊക്കെ നാരദ മഹർഷി എന്തൊക്കെ ചെയ്തോ, എങ്ങനെയൊക്കെ നടന്നിരുന്നോ അതിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഈ അധ്യായത്തില് വിവരിക്കുന്നുണ്ട്. ഈ 6-ാം അധ്യായത്തിൽ തുടർന്ന് വിവരിച്ചു പോകുന്ന ഓരോ
അദ്ദേഹത്തിന് നാരദ മഹർഷി ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ വിവരിച്ച് പറയുന്നുണ്ട്. അപ്പൊ നാരദ മഹർഷി നമുക്ക് ആത്മമായിട്ട് നാരദ മഹർഷിയെ പറ്റി ഒന്ന് നോക്കാം. ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയാണ് ശ്രീ നാരദൻ. നാരദ മഹർഷിയെ പറ്റിയാ പറയുന്നത്. നാരദ മഹർഷി അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്തൊക്കെ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് ബ്രഹ്മഭൂത എന്ന അവസ്ഥയിലാണ്, അതായത് അതീന്ദ്രിയ അവസ്ഥ, എല്ലായ്പ്പോഴും സന്തോഷവാനായിരിക്കും. നമ്മൾ ഇതും പഠിച്ചിട്ടുള്ളതാണ്. ബ്രഹ്മഭൂതാവസ്ഥ, അതായത് സ്ഥിതപ്രജ്ഞൻ ആയാൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെ ആയിരിക്കണം. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലായ്പ്പോഴും സന്തോഷവാനായിരിക്കും. ഭൗതികമായ മാലിന്യങ്ങളൊന്നും മനസ്സിലില്ലാത്ത അവസ്ഥയായിരിക്കും. എല്ലാവരെയും സമന്വരായി കാണുന്നു. എല്ലാ ശരീരങ്ങളിലും ഭഗവാനെ അദ്ദേഹം ദർശിക്കുന്നു. ഭക്തിയെ കുറിച്ച് അറിയാൻ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാനെ അറിയണമെങ്കിൽ ഭക്തിയെ കൂടുന്ന, അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും നമ്മുടെ ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കേണ്ടത്. അതായത് എല്ലാ വിധത്തിലുള്ള ജ്ഞാനവും ഉണ്ടായിരിക്കണം. അവര് എല്ലാ മനുഷ്യരെയും ഒരുപോലെ എല്ലാ മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവാത്മകളെയും ഒരേപോലെ ശ്രദ്ധിക്കുന്നവർ. അവർക്ക് മൺകട്ടയെന്നോ സ്വർണ്ണക്കട്ടയോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാം ഒരുപോലെ ദർശിക്കുന്നവരായിരിക്കും ഈ ആത്മസാക്ഷാത്കാരമല്ല, ആത്മാകാരൻ സാക്ഷാത്കാരം കിട്ടിയതിനു ശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നത്. സമദർശിത്വം എല്ലാവരും ഇതുപോലുള്ള ശ്രേഷ്ഠരായ ഋഷിമാർക്കും അതുപോലെ ശ്രേഷ്ഠരായ അല്ലാതെ വ്യക്തികൾക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് വളരെ പ്രയാസമാണ്. വളരെ 1000-1 ഒക്കെ ഉണ്ടാകൂ എന്നാണ് നമ്മുടെ ഭഗവത്ഗീത തന്നെ പറയുന്നത്, കൃഷ്ണൻ തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. പരമജീവത്വ പുരുഷനെ അറിയാൻ ഏറ്റവും നല്ല മാർഗം ഭക്തിയോഗം തന്നെയാണ്. ഭഗവാനെ അറിഞ്ഞെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഭക്തിയോഗം തന്നെയാണ്. കർമ്മയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ പല മാർഗങ്ങളുമുണ്ട് ഭഗവാനെ അറിയാൻ. അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ചത് മിത്രവും ഭക്തനായതുകൊണ്ടാണ്. ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഭക്തിയോഗത്തെ പറ്റിയാണ്. ആ ഭക്തിയിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റൂ. അതുപോലെ തന്നെ ഭക്തിയിൽ ഉയരുമ്പോൾ മാത്രമേ, അതായത് പ്രേമഭക്തി വരുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട് അടുത്ത് പഴകാൻ പറ്റൂ. പ്രേമഭക്തിയാണ് ഏറ്റവും ഉയർന്ന ഭക്തി. അപ്പൊ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ശരിയായ വിവരങ്ങളും മനുഷ്യരോട്ടുള്ള അവരുടെ മറ്റുള്ള ദീപാത്മാക്കളെ പറ്റിയും എല്ലാം ശരിക്ക് ഗ്രഹിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭക്തി ഉള്ള വ്യക്തിക്ക് മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ ഭൗതിക മായയുടെ ശക്തിയാൽ എല്ലാവരും വഴിതെറ്റി പോകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പറയുന്നു, നമ്മുടെ ജീവജാലങ്ങളെ പറ്റി ഇവിടെ വിവരിക്കുന്നുണ്ട്. 84 ലക്ഷം ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് പറയുന്നുണ്ട് പ്രപഞ്ചത്തിൽ. അപ്പൊ 84 ലക്ഷത്തിന്റെ ഗുണങ്ങളും നമുക്കറിയേണ്ടതായിട്ട് വരണ്ടായെങ്കിൽ 84 ലക്ഷം ജീവികളുടെയും ശരീരത്തിൽ പ്രവേശിക്കാതെ നമുക്ക് ഭഗവത് ധാമത്തിൽ എത്തിച്ചേരണമെങ്കിൽ, അതായത് ഈ മനുഷ്യജന്മം അപൂർവമായിട്ട് കിട്ടുന്ന ജന്മം, അതിന് പിന്നീട് താഴോട്ട് പോകാതെ നമ്മൾ ഭഗവത് ധാമത്തിലേക്ക് പോകണമെങ്കിൽ ഭക്തി ഉയർന്നുകൊണ്ടേയിരിക്കണം. ഭക്തി ഉയർത്താൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിലും കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളും വേദസാഹിത്യങ്ങളൊക്കെ തന്നെ ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രയാസപ്പെടുന്നതൊക്കെ. ഇങ്ങനെ അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഭക്തി വരുന്നില്ലെങ്കിൽ നമുക്ക് താഴെ കിടയിലോട്ടുള്ള ജന്മങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ പോവുകയാണെങ്കിൽ 84 ലക്ഷം ഭൗതിക ലോകത്ത് 84 ലക്ഷം ജീവജാലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആ ജീവജാലങ്ങൾ 9 ലക്ഷം ജലജീവികളുണ്ട്. അതുപോലെ തന്നെ 20 ലക്ഷം സസ്യങ്ങളുണ്ട്. 15 ലക്ഷം പ്രാണികളും ഉരകങ്ങളുമുണ്ട്. എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും ഇതൊക്കെ. 10 ലക്ഷം പക്ഷിവർഗം, 30 ലക്ഷം മൃഗങ്ങള്, 4 ലക്ഷം മനുഷ്യവർഗമാണ് ഏറ്റവും കുറവുള്ളത്.
അതിലും വേർതിരിവുകളുണ്ട്. കരയിൽ ജീവിക്കുന്നുണ്ട്, ജലത്തിൽ ജീവിക്കുന്നുണ്ട്, ആകാശത്തിൽ ജീവിക്കുന്ന ഓരോ ഗ്രഹങ്ങളിലും ജീവിക്കുന്ന ജീവികളുമുണ്ട്. അപ്പൊ അങ്ങനെ അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ 84 ലക്ഷം. അതിനകത്ത് ഏറ്റവും കരയിൽ ജീവിക്കുന്ന ജീവികളെ എത്തിപ്പെടുന്നതാണ് മനുഷ്യജീവികൾ. അത് 4 ലക്ഷം, ഏറ്റവും കുറവാണ്. വിവിധ വിധത്തിലുള്ള മനുഷ്യരുണ്ടെന്നാണ് പറയുന്നത്. വിവിധ സ്വഭാവക്കാരുണ്ടാകും, വിവിധ ജീവിതചര്യ അനുഷ്ഠിക്കുന്നവരുണ്ടാകും. ഇതിനകത്ത് ഭക്തി മാർഗം സ്വീകരിച്ചവരുണ്ടാകും, നിരീശ്വരവാദികളുണ്ടാകും. അങ്ങനെ പല പല വിധത്തിലുള്ള 4 ലക്ഷം മനുഷ്യവർഗം ഈ ഭൂമിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സംസ്കാര ശൂന്യരായിട്ടുള്ളവരുണ്ട്, വൃത്തിഹീനരായിട്ടുള്ളവരുണ്ടാവും. വേദജ്ഞാനമുള്ളവർ ബ്രാഹ്മണർ. വൈദിക സംസ്കാരത്തെ ലോകർ മാനിക്കുന്നു. എല്ലാ വേദങ്ങളുടെയും ലക്ഷ്യം ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അത് ഭഗവത്ഗീത 15:15 പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മനുഷ്യ സമൂഹത്തിൽ തന്നെ വേദങ്ങളെ പല വിധത്തിലുള്ള 4 വിധത്തിലുള്ള വേദങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ 4 വിധത്തിൽ ഓരോ വേദങ്ങളെ അനുസരിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മളെല്ലാം സാധാരണ പറയും നമ്മളെല്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണെന്നാണ്. എന്നാൽ അങ്ങനെ നമ്മളെ വേദകാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാറില്ല. ആത്മസാക്ഷാത്കാരം ലഭിച്ചവർക്ക് മാത്രമാണ് ഭക്തിവിധ സേവനം. ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് ഈ ഭക്തിവിധ സേവനത്തിനോട് ലയിക്കാൻ എത്തിച്ചേരാൻ പറ്റൂ. ഈശ്വരനുള്ള ഏറ്റവും ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ പ്രേമമാണ് ഭക്തിവിധ സേവനത്തിന്റെ സ്വരൂപം. ഭക്തിവിധ സേവനം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഭക്തിവിധ സേവനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നത്, ഈശ്വരനോടുള്ള ഏറ്റവും ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ പ്രേമമാണ് ഭക്തിവിധ സേവനത്തിന്റെ സ്വരൂപം. ആ ഭക്തിവിധ സേവനത്തിൽ പൂർണ്ണമായ അവസ്ഥയാണ് ആ ഈശ്വര പ്രേമം. ബ്രഹ്മഭൂത അവസ്ഥയാണ് എന്ന് പറയുന്നു. ആ അവസ്ഥയ്ക്ക്, അതായത് ഭഗവത് സേവനത്തിന്റെ പൂർണ്ണമായ അവസ്ഥയെ ബ്രഹ്മഭൂത അവസ്ഥ എന്നാണ് പറയുന്നത്. ഭക്തിവിധ സേവനത്തിന്റെ ആരംഭം മാത്രമാണ് ഒരു വ്യക്തി ഈ ശരീരമല്ലെന്നും ഈ ഭൗതിക ലോകം യഥാർത്ഥ സ്ഥലമല്ലെന്നും മനസ്സിലാകുമ്പോൾ ഭൗതിക ബന്ധത്തിൽ നിന്നും മുക്തനാകുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൗതിക ബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഭൗതിക ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കണം. നമ്മളൊരു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പ്രഭുജിമാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ ശരീരം, ഇന്നലെ പറഞ്ഞ പ്രഭു അത് പ്രത്യേകിച്ചും പറഞ്ഞതാണ്, നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ സർവ ശരീരങ്ങളും ആത്മാക്കളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മഭൂത അവസ്ഥയിൽ അപ്പോൾ എത്തുന്നത്. എല്ലാ ശരീരങ്ങളും ആത്മാവ്. അപ്പൊ എല്ലാ ആത്മാവായി കഴിയുമ്പോൾ പിന്നെ വേറെ കൃത്യങ്ങൾ അവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഒരു പശുവാട്ടെ, ഒരു ആനയാട്ടെ, കൊതുകാട്ടെ എല്ലാം തന്നെ ആത്മാക്കളാണെന്നുള്ള ബോധം വരുമ്പം നമ്മുടെ ഭക്തി യഥാർത്ഥ സ്ഥാനത്ത് എത്തിക്കഴിയും. അപ്പൊ ആ ഒരു ബോധം എത്തണമെങ്കിൽ വളരെ പ്രയാസമാണ്. അതിനാണ് പറയുന്ന 1000-ൽ ഒരുത്തിത്തരവോ അല്ലെങ്കിൽ അത് എടുക്കുന്നതിൽ ഒരാളോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒന്നും ഈ ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. നാരദൻ ബ്രഹ്മഭൂത അവസ്ഥയിലുള്ള വ്യക്തിയായിരുന്നു. ബ്രഹ്മസാക്ഷാത്കാരം അങ്ങനെ പല വിധത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റും. 3 വിധത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റാമെന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തിയിൽ കൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന 3 വിധത്തിൽ അദ്ദേഹത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുവാണെന്ന്. ബ്രഹ്മ സാക്ഷാത്കാരം 1, പരമാത്മാ സാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഭഗവത് സാക്ഷാത്കാരം. ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും നല്ല യോഗികൾ. ഇതാണ് ഉത്കൃഷ്ടവും ആയ അവസ്ഥ. ഭഗവത്
പ്രേമം നേടുന്നതിനാണ് നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത് പ്രേമം നേടുന്നതിനുള്ള ഒരേ ഒരു മാർഗം ഭക്തി തന്നെയാണ്. രൂപഗോസ്വാമി പറയുന്നു, ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവം, പ്രേമം, ഇങ്ങനെ ഉള്ള പ്രവൃത്തികൾ കൂടെ നമുക്ക് ഭഗവത് പ്രേമത്തിലേക്ക് എത്താൻ പറ്റും എന്ന് നമ്മുടെ ശ്രേഷ്ഠ വ്യക്തികളായ അല്ലെങ്കിൽ ആചാര്യന്മാരായ എല്ലാവരും പറയുന്നുണ്ട്. ഇത് തന്നെ ഭാഗവതത്തിലും പറയുന്നുണ്ട്, നാരദ അതിൻ്റെ ഭക്തി സൂത്രങ്ങളിൽ പറയുന്നുണ്ട്, ഇതെല്ലായിടത്തും പറയുന്നുണ്ട്. ഇതേമാതിരി ഇതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഭക്തിയുടെ പ്രേമ അവസ്ഥയിൽ എത്താൻ സാധിക്കും. അത് എത്ര പേർക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ച് നോക്കേണ്ട കാര്യമാണ്. പിന്നെ പറയുന്നത്, ഒരു വ്യക്തി ഭഗവത് പ്രേമത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഭൗതിക ശരീരത്തിലായിരുന്നാലും മോക്ഷം ലഭിച്ചവനായി തീരുന്നു. ഭഗവത്ഗീത 4:9 പറയുന്നു, ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ, അവതാരം, തിരോധാനം എല്ലാം മനസ്സിലാക്കുന്നവർ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുന്നു. ഇത് ഭഗവത്ഗീതയിൽ ഉടനീളം പറയുന്ന കാര്യങ്ങളാണ്, ഭഗവത് ധാമത്തിൽ എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ ശ്ലോകത്തിൽ കൂടുതൽ വിവരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭക്തിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ഭക്തി ശ്രദ്ധാപൂർവം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാലക്രമേണ ഈ 9 വിധം പറഞ്ഞിട്ടുള്ള ആ വിധത്തിൽ എല്ലാം ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ, സാധുസംഘം അത്യാവശ്യം. സാധുസംഘം നമ്മളിങ്ങനെ ഓൺലൈനായാലും ശരി സാധുസംഘം തന്നെയാണ്. പക്ഷെ ആ സാധുസംഘം നേരിൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ എല്ലാ അമ്പലങ്ങളും മറ്റും അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ പ്രയോജനം കിട്ടും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഓൺലൈനിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആരാ എവിടെയാണെന്നും മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. അതിനങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സാധുസംഘമാണ്. സാധുസംഘത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഭക്തിയുടെ ആ ഒരു താല്പര്യം ഉണ്ടാകുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. നാമം ചെല്ലുന്നതിന് നമുക്ക് 10 അപരാധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അപരാധങ്ങളൊക്കെ ഇല്ലാതെ നാമം ചെല്ലണം. അനർത്ഥ നിവൃത്തി, നിഷ്ഠ, പിന്നെ ഇതൊരു നിഷ്ഠയോട് കൂടി ചെയ്യണം. എങ്ങനെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യണം. ചെയ്താത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ്. പിന്നെ രുചി, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഭഗവാനോടുള്ള ഒരു രുചി ഉണ്ടാകുന്നത്, നാമം ജപിക്കാനുള്ള രുചി ഉണ്ടാകുന്നത്. അപ്പൊ ആസക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക ആസക്തി ഉണ്ട്, അതുപോലെ തന്നെ അല്ലാതെ നമ്മുടെ ആത്മീയ ആസക്തി ഉണ്ട്. ആത്മീയമായിട്ടുള്ളതിലോട്ട് പോകണം. ഭഗവാനോട്ടുള്ള ആസക്തി ഉണ്ടാകാം, ഭൗതിക കാര്യങ്ങളിലുള്ള ആസക്തി ഉപേക്ഷിക്കണം. അത് കഴിയുമ്പോൾ ഒരു ഭാവം, ആ ഭഗവാൻ എങ്ങനെയാണ് ഭഗവാനുമായിട്ട് നമ്മൾ ഏർത്തിപ്പെടേണ്ടത്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭഗവാനോട് ശരിക്കുമുള്ള പ്രേമം, അതാണ് പാരമ്യത. ഏറ്റവും ലാസ്റ്റുള്ള ഭക്തിയുടെ അവസാനത്തെ ഘടകം എന്ന് പറയുന്നത് പ്രേമത്തെ പറ്റി എല്ലാവർക്കും അറിയാം. പരസ്പര പ്രേമം ഉണ്ടാകും, അതുപോലെ ഭഗവാനോടുള്ള പ്രേമം. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന ഗോപികമാരെ പറ്റിയാണ് പറയുന്നത്. ഏറ്റവും പ്രേമ ഭാവത്തിലെത്തിയത് ഗോപികമാരായിരുന്നു. ശ്രീകൃഷ്ണന്റെ ഏതവസരത്തിലും, ശ്രീകൃഷ്ണനെ എപ്പോൾ വിളിച്ചാലും, പാതിരാത്രി ആയാലും ശരി, ഏത് സമയമായാലും ആ ഓടക്കുളിന്റെ ശബ്ദം കേട്ട ഗോപികമാർ അവിടെ എത്തിയിരിക്കും. മറ്റ് യാതൊരു കാര്യങ്ങളും, ഭർത്താക്കന്മാരോ കുട്ടികളോ സമൂഹം ഒന്നും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു. ആ വൃന്ദാവനത്തിൽ ഭഗവാൻ ഓടക്കുഴൽ കേട്ടാൽ എല്ലാ ഗോപസ്ത്രീകളും അവിടെ എത്തി. അപ്പൊ അവരായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേമഭാവത്തിൽ ഉണ്ടായിരുന്നവരെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഭക്തിയുടെ ഉയരാനുള്ള മാർഗവും. നാരദന് ലഭിച്ച ആ പ്രത്യേകതയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ശ്ലോകത്തിൽ ഇത്രയൊക്കെയുള്ള ഇന്ന് പറയാൻ. ഹരേ കൃഷ്ണ. നിർത്താമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാമെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. പ്രഭുജി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പ്രഭുജി തെറ്റ് പറയൂ. പ്രഭുജി എല്ലാം നല്ലതാ, എല്ലാ കാര്യങ്ങളും വിശദമായിട്ടും നന്നായിട്ടും പറഞ്ഞു. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.
പ്രഭുജി പ്രളയത്തെ കുറിച്ച് പറഞ്ഞില്ല, ആ നിത്യപ്രളയം എങ്ങനെയാ, അതൊന്ന് ക്ലിയർ ആക്കി തരാമോ പ്രഭുജി? ഹരേ കൃഷ്ണ. നിത്യപ്രളയം എന്ന് പറഞ്ഞ അന്നേരം നമ്മുടെ ഒരു സ്വാമിജി പ്രസംഗിച്ചപ്പോ ആ നിത്യപ്രളയത്തെ പറ്റി പറഞ്ഞത് അദ്ദേഹം നമ്മുടെ എന്താ ഈ നമ്മുടെ പ്രതിബിംബം കാണുന്ന എവിടെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ പറയുമ്പോൾ നമ്മളെ ദിവസവും പ്രളയം, അതായത് നിത്യമായിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇത് പറഞ്ഞു ആ നോക്കട്ടെ. മാറ്റം എന്ന് ഉദ്ദേശിക്കുന്ന എന്ത് എന്തോ മാറ്റം? ആ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രഭുജി? മാറ്റം, പരിവർത്തനം. മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇപ്പൊ തന്നെ നമ്മുടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലിരിക്കട്ടെ, ആ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോ ആ കുട്ടിയുടെ രൂപവും കുറേശ്ശെ മാസങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടിയുടെ രൂപമായിട്ട് വ്യത്യാസമില്ലേ? അതെ അതെ അതെ, അങ്ങനെ. അപ്പൊ അങ്ങനെ ഓരോ നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ സംഗതിയും എല്ലാം തന്നെ അതുപോലെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സമയത്തിൽ നമ്മൾ വൃദ്ധന്മാരാകുന്നു, ചെറുപ്പത്തിൽ നല്ല ഉഷാറായിട്ട് നടക്കുന്നു. ഇപ്പൊ ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിന് ക്ഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഒരു വിധത്തിൽ ആരോഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ മാറ്റം വന്ന് ഈ ഒരു പ്രളയം എന്ന് പറയുന്ന ഒരു മാറ്റം സംഭവിക്കുക, അതിൽ നാശം ഉണ്ടാകുക. ഇപ്പൊ നിത്യമായിട്ട് നടക്കുന്ന നാശങ്ങൾ, നമ്മുടെ ഓരോ കോശങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ലേ? ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ രൂപ വ്യത്യാസങ്ങൾ. കുട്ടികളുടെ ഏത് ഒരു സസ്യം കിളിർത്തു വരികയാണെങ്കിൽ അത് നോക്കിയാലും നമുക്ക് മാറ്റങ്ങളില്ലേ? ഒരു പയർ കുഴിച്ചിട്ട് കിളിച്ചു വരികയാണെങ്കിൽ ഉടനെ അതിന്റെ 2 അല്ലിയായിട്ട് തുടരുന്നു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ പൊഴിഞ്ഞു പോയിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഇലകളായി, പിന്നെ അത് വളർന്ന് പൂക്കളാവും. അപ്പൊ ഇതൊക്കെയാണ് ഓരോ സമയത്തും ഓരോ നിത്യവും ഓരോ ക്ഷണത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രളയം എന്നാണ് അദ്ദേഹം വിവരിച്ചത്. നിത്യപ്രളയം, പ്രതിക്ഷണം, ഓരോ ക്ഷണത്തിലും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പക്ഷെ അതുപോലെ പൂമ്പാറ്റകളില്ലേ, പൂമ്പാറ്റ പോയി ഒരു കൂടുണ്ടാക്കി അതിനകത്ത് ഇരുന്ന് പുഴുക്കള്, ആ പുഴുക്കള് കൂടുണ്ടാക്കി, പട്ടുനൂൽ പുഴുവിന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഒരു കൂടുണ്ടാക്കി അതിനകത്ത് കയറി ഇരിക്കുക. കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ ആ കയറുന്ന രീതിയിലല്ല വെളിയിൽ വരുന്നത്. അപ്പൊ അത്രയും മാറ്റങ്ങൾ അതിലുണ്ടായിട്ടില്ല. അപ്പൊ അത് നിത്യം സംഭവിക്കുന്ന കാര്യമാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു സസ്യം കളിക്കുന്നതായാലും, ഒരു ജന്മം, പുതിയൊരു ജീവി, ഈ തവളകള് കുളത്തിലുണ്ടാകുന്ന കണ്ടിട്ടില്ലേ? അത് എങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, വാലുണ്ടായിരിക്കും. പിന്നെ അത് ദിവസം, അപ്പൊ അതിന്റെ ദിവസവും അതിന് പ്രളയം എന്ന് പറയുന്ന മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് ഓരോ പ്രളയത്തിനും സംഭവിക്കുന്ന, നൈമിത്തിക പ്രളയത്തിലും അത് തന്നെ സംഭവിക്കുന്ന. ബ്രഹ്മാവിന്റെ ഒരു ദിവസം കഴിയുന്ന സമയത്ത് മഹർലോകം വരെ നശിക്കും. അതിനുശേഷം പ്രാകൃതിക പ്രളയം വരുമ്പോ മൊത്തം ബ്രഹ്മാണ്ടം നശിക്കുന്നു. അപ്പൊ പക്ഷെ നശിച്ച് അതിന്റെ ഒരു കാലാവധി കഴിയുമ്പോൾ, ബ്രഹ്മാവിന്റെ കാലാവധി എന്ന് പറയുന്നത് 100 വർഷം. ആ 100 വർഷത്തില് ഈ നൈമിത്തിക പ്രളയം നടക്കുന്നത് ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്ന സമയമാണ്. അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്താണ് പ്രാകൃതിക പ്രളയം നടക്കുന്നത്. അപ്പൊ ഈ ഓരോ പ്രളയം നടക്കുമ്പോൾ എല്ലാം നശിക്കുകയും അത് പിന്നീട് ഉത്ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, മനസ്സിലായി. ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ നിർത്താവോ? ഇവിടെ മാതാജി ഉണ്ടോ? മാതാജി സുസ്മിത കൃഷ്ണദാസ്, ഐശ്വര്യ മാതാജി ഉണ്ടോ? ഇല്ല. എന്നാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വന്നല്ലോ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരി മാതാജി, നിർത്തിക്കോ.
എന്തോ കേൾക്കുന്നില്ല, ക്ലിയർ ഇല്ല. ഒന്നിൽ എന്റെ കുഴപ്പമാണോ? വളരെ നന്ദി, വളരെ നന്ദി പ്രഭു, വളരെ നന്ദി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൽപ്പത്തിനെ കൃഷ്ണ. കുറിച്ചുള്ള പ്രഭുവിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു പ്രഭു. പുതിയ അറിവാണ് കിട്ടിയത്. കൽപ്പത്തിനെ കുറിച്ചൊക്കെ പ്രഭു 3 കൽപ്പം ഉണ്ടെന്നും അത് എന്തൊക്കെയാണെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ വളരെ നന്നായിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി, എല്ലാം ഭഗവാന്റെ കൃപ. ഹരേ കൃഷ്ണ. നന്നായിരുന്നു, നന്നായിരുന്നു. നല്ല ഇൻഫർമേഷൻ, പുതിയ ഇൻഫർമേഷൻ. നന്ദി പ്രഭു. സങ്കല്പം സങ്കല്പം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോളൂ മാധവൻ. നിർത്താം പ്രഭുജി. ഹരേ കൃഷ്ണ. ശരി ശരി പ്രഭു. സങ്കല്പം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ക്ലോസ് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. ചെയ്തോളൂ. ഹരേ കൃഷ്ണ. നിർത്താം മാതാജി. സദാ കഥാ ഓക്കെ, ഹരേ കൃഷ്ണ.